നെഗറ്റീവ് എനർജി. മോനെ അതവിടെ വെച്ചേര്. മോന് ഞാൻ വേറെ വാങ്ങിച്ചു തരാം. വേറെ വാങ്ങിച്ചു തരുന്നതിൻ്റെ അകത്തല്ല, ഇതിൽ ഫുൾ നെഗറ്റീവ് എനർജിയാ. അതിനെ ഞാൻ ആവാഹിച്ചെടുത്തിട്ട് തിരിച്ചു തരാം. അല്ല വേണമെന്നില്ല, നെഗറ്റീവ് എനർജി ആണെങ്കിൽ കൊണ്ടുപോക്കോ. ഓക്കെ ചേട്ടാ, പിന്നെ ഈ നമ്മുടെ മാവിന്റെ ചോട്ടിലായിരുന്നു ഈ ആത്മാവ്. മാവിൻ്റെ ചോട്ടി ആത്മാവൊന്നുമില്ല, ബാക്കി ഫുൾ സ്ഥലത്തും ഈ നെഗറ്റീവ് എനർജിയാണ്. അതിനിതെന്താ വല്ല ശ്മശാനോ സെമിത്തേരി വലുതുമാണോ? ആ പണ്ട് ശ്മശാനമായിരുന്നിരിക്കാം. ചേട്ടൻ വെറുതെ ഓരോന്നൊക്കെ പറയില്ല. മനുഷ്യന് രാത്രി കിടന്ന് ഉറങ്ങാനുള്ളതാ, പേടിക്കും. ഉറങ്ങാനുള്ള പരിപാടി ഞാൻ ഇപ്പൊ സെറ്റ് ആക്കി തരാം. എല്ലാത്തിനും ഒന്ന് ആവാഹിച്ചെടുത്തോളാം, സുഖമായിട്ട് ഉറങ്ങാം നിങ്ങൾക്ക്. അത്രയും പെട്ടെന്ന് അടുക്കളയിലോട്ട് എന്തിനാ മന്ത്രവാദി എന്തിനാ അടുക്കളയിലോട്ട് വന്നേ? വിഷന്നിട്ടായിരിക്കും. അടുക്കളയിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കണല്ലേ, ഇതിനും വേണ്ടി നെഗറ്റീവ് എനർജി അടുക്കളയിൽ? അയ്യോ, അടുക്കള ഫ്രിഡ്ജിൽ ഒരു കോഴി ഇരിപ്പില്ലയോ? നീ അതിന്റെ ആത്മാവ് വല്ലതും ആയിരിക്കോ? പിന്നെ കോഴിയുടെ ആത്മാവൊന്നും അതിൽ ഡിറ്റക്റ്റ് ആവില്ല, മനുഷ്യനെ മാത്രമേ ആവത്തുള്ളൂ. ആണോ? ആയിരിക്കില്ലേ? ആയിരിക്കും. എന്തായാലും ഈ മന്ത്രവാദി ഉണ്ടല്ലോ, നമുക്ക് പടവലത്തൊന്ന് കൊണ്ടുപോകണം. എന്തിനാ അപ്പൂപ്പനെ പിടിച്ചു കൊടുക്കാനേ? ലച്ചു, അവിടെ കൊറേ നെഗറ്റീവ് എനർജി ഉണ്ടടി. അമ്മമ്മ ഇവിടെ നിൽക്കുമല്ലേ, പിന്നെ എങ്ങനെ അവിടെ നെഗറ്റീവ് എനർജി? ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്ത് കാര്യമുണ്ട്? അല്ല, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ബീപ്സ് ഓടിക്കില്ല കടകടാന്നും പറഞ്ഞ് അടിക്കുന്നത്. നമ്മളും മാറി നിന്ന് അമ്മൂമ്മേനെയും മാറ്റി നിർത്തി ഒന്ന് നോക്കാം, ചിലപ്പോ പോസിറ്റീവ് ആയാലോ. അത് ശരിയാണ് കേട്ടാ, കാരണം ഈ അമ്മ പറഞ്ഞ നമുക്കൂടെ ചീത്തപ്പേര്. നീ അമ്മൂമ്മയുടെ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടണത്. നീ ഇപ്പൊ അമ്മൂമ്മ വല്ലതും പിടിച്ചോണ്ട് പോകും? എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ പിടിച്ചോണ്ട് പോവാന്നെങ്കിലേ നിങ്ങളെ ഞാൻ കൂടെ കൊണ്ടുപോകും. എല്ലാരും കൂടെ താങ്കളുടെ കപ്പാസിറ്റി നമുക്ക് ആലോചിക്കാം. നമ്മള് മാറ്ററിൽ നിന്ന് പുള്ളി പോയിട്ടെന്തേ? പോയി നോക്കണം. ചേട്ടാ, ചേട്ടാ, അണ്ണാ, എല്ലാം സക്സസ്. കുറച്ച് ആത്മാക്കളെ ഞാൻ ഈ മാലയിൽ ആവാഹിച്ചിട്ടുണ്ട്. കുറച്ചാത്മാക്കളാ? കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവരെയും ഈ മാലക്കകത്ത് ഞാൻ ആവാഹിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു മുത്തിനകത്ത് ഏകദേശം 2 ആത്മാക്കളെ വെച്ച് ഞാൻ കയറ്റിയിട്ടുണ്ട്. കന്യാകുമാരി എന്ന് പറഞ്ഞാൽ തമിഴിൻ്റെ കൂടെ ഒരു ആത്മാവിനെ ഞാൻ ഈ സൈഡ് വഴി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സേഫ് ആണ്, പേടിക്കാതെ ഇനി ഇരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മാക്കളോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ യാർക്കും പേസർത്തിക്കില്ല. അതൊന്നും എടുത്തോണ്ട് പോവോ? ഓക്കെ, അപ്പൊ കേശു എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്? ഓക്കെ, അപ്പൊ എന്നെ അങ്ങ് ഡീൽ ചെയ്തേക്കുവാണെങ്കിൽ പോയേക്കാം. താങ്ക് യു. ഡീലിങ്സ്. ഓ അമ്മൂമ്മ പൈസ ദക്ഷിണ എത്ര ആയിരുന്നു? 40K. 40K എന്ന് പറഞ്ഞാൽ എത്ര? 40,000 രൂപയോ? അതാണ് എന്റെ ഫീസ്. 40,000 രൂപ അത് തരുവാണെങ്കിൽ ഓക്കെ, ഡീലിംഗ് ഓക്കെ. അത് ചേട്ടാ ഇപ്പൊ അത്രയും തരാനില്ല. അത്രയും തരാനില്ലേ, കുഴപ്പമില്ല. ഒരു 4 ആത്മങ്ങളെ തിരിച്ചിറക്കിയേക്കാം. ചേട്ടാ ക്യാഷ് ആയിട്ട് തരാനില്ലെന്നാ പറഞ്ഞേ, ഓൺലൈനിൽ ചെയ്താ മതിയാ? ഓക്കെ, ഓൺലൈനിൽ ചെയ്താൽ മതി. പക്ഷേ 5 ദിവസത്തിനുള്ളിൽ ഫുൾ പേയ്മെന്റ് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും. ഈ ആത്മാക്കളെല്ലാം ഇവിടെ ഇറക്കിയിട്ട് ഞാനങ്ങ് പോകും. നമ്മള് കറക്റ്റ് ഡീലിംഗ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് സേഫ് അല്ലേ? വേറെ വിഷയങ്ങളൊന്നുമില്ല, ഫുൾ സേഫ് ആണ്. ആരെയും ബാക്കിയൊന്നും വെച്ചിട്ടില്ല, എല്ലാത്തിനും ആരെയും ബാക്കി വെച്ചിട്ടില്ല, എല്ലാരും ഇതിനകത്തുണ്ട്. അപ്പൊ ഓക്കെ, പോകട്ടെ. ഓക്കെ, 40,000 രൂപ കണ്ണീർ കൂടെ പോയ വഴി അറിഞ്ഞില്ലല്ലോടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.